ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. ഇന്നതേ ഇതുപോലത്തെ ഒരു ട്യൂലിപ്സ് ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ജിമിച്ചിക്ക് ഗ്ലാസ് ഓർഗൻസ 1.5 മീറ്റർ വീതം എടുത്തിട്ടുണ്ട്. പേസ്റ്റൽ പിങ്കും പേസ്റ്റൽ ഗ്രീൻ കളറാണ് കേട്ടോ എടുത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ ക്രേപ്പ് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ യോക്ക് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നന്നായി തേച്ചതിന് ശേഷം സീം അലവൻസ് അടയാളപ്പെടുത്തുക. 4 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തിയത്. 3.25 ഇഞ്ച് മിഡാം ഹോൾ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 5.5 ഇഞ്ചാണ് നമ്മളുടെ ചെസ്റ്റ് അളവ് വരുന്നത്. ഞാനിതൊരു 2 വയസ്സുകാരിയുടെ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവൊക്കെ കണ്ടുപിടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് അളവ് നിങ്ങൾ മെഷർ ചെയ്യണ ചെസ്റ്റ് അളവ് എടുത്തോളൂ കേട്ടോ. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. യോക്ക് ലെങ്ത് 9 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ യോക്ക് റൗണ്ടിൻ്റെ കൂടെ നമ്മളൊരു 1.5 ഇഞ്ചോളം കൂട്ടിയാൽ മതി. എന്നിട്ട് അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മെഷർമെൻറ്റ് നിങ്ങൾ ബോഡി മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട്. അതിന് ശേഷം നമ്മൾ ആം ഹോൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. സീം അലവൻസ് വിട്ടതിന് ശേഷം നമ്മൾ ഈ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ നെക്കിൻ്റെ ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മാർക്ക് ചെയ്തിടാം. പിന്നീടാണ് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്യണത്. ശേഷം നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് ബാക്ക് പോർഷൻ്റെ സിബ് വെക്കാനുള്ളൊരു സീം അലവൻസ് വിട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ബാക്ക് പോർഷനും ഇതുപോലെ ട്രേസ് ചെയ്തെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ബാക്കിലും ഫ്രണ്ടിൽ എത്രയാണോ നെക്ക് വിട്ടേണം അതുപോലെ തന്നെ ബാക്കിലും നെക്ക് നമ്മൾ അത്രയും ലെങ്ത്തിൽ തന്നെ വിട്ടിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ മെയിൻ മെറ്റീരിയലിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അടുത്തത് നമ്മൾ അമ്പർലയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ സർക്കിൾ അമ്പർലയാണ് വരുന്നത്. അപ്പോൾ ക്രേപ്പ് ലൈനിങ്ങിലാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ യോക്കിൻ്റെ റൗണ്ട് മെഷർമെൻറ്റ് വരുന്നത് 4.5 അപ്പോൾ ആ സെയിം 4.5 ആ റൗണ്ട് നമ്മളുടെ അമ്പർലയുടെ റൗണ്ടും ആയിട്ട് വരണം. പ്ലസ് നമ്മളുടെ സിബിനുള്ള സിമോലൻസും കൂടിയും കൂട്ടിയിട്ട് ഒരു 5.5 ഇഞ്ച് റൗണ്ട് മുകളിലും അടിയിലോട്ട് 14 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഹാഫ് ഉടുപ്പാണ് കേട്ടോ ഇത്, ഫുൾ ഉടുപ്പല്ല. അപ്പോൾ നിങ്ങളുടെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് സീം അലവൻസ് അടക്കം കൂട്ടിയിട്ടിട്ട് മടക്കടിക്കാനുള്ള തയ്യൽ കൂടിയും കൂട്ടിയിട്ടിട്ട് അമ്പർല ഇതുപോലെ ഫുൾ സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൻ മെറ്റീരിയലിൽ ആ ഒരു ലൈനിങ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ സിംഗിൾ അമ്പർലയിലാണ് നിങ്ങൾ കട്ട് ചെയ്യണതെങ്കിൽ മുകളിൽ നമ്മൾ ഈ ഫുൾ അമ്പർലയിൽ 4 മടക്കിയിട്ടിട്ട് 5.5 കിട്ടാവുന്ന രീതിയിൽ മാർക്ക് ചെയ്തു. സിംഗിൾ അമ്പർലയാണെങ്കിൽ 2 മടക്കിയിട്ടിട്ട് 11 കിട്ടാവുന്ന രീതിയിൽ മാർക്ക് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ മെയിൻ മെറ്റീരിയൽ ലൈനിങ് മെറ്റീരിയലായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ജിമിച്ചിക്ക് ഗ്ലാസ് ഓർഗൻസി ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് നിൽക്കും. കാരണം പൊന്തി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഓർഗൻസി. ഓൾറെഡി പൊന്തി നിൽക്കും. ഇതും ഇച്ചിരി ഒന്നും അത്ര കംഫർട്ടായിട്ടുള്ള മെറ്റീരിയൽ അല്ല. അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തിട്ട് വേണം നമ്മൾ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാൻ. ബാക്ക് പോർഷൻ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം സിബ് അടിക്കാനുള്ള ഒരു സീം അലവൻസ് നമ്മൾ എക്സ്ട്രാ വിട്ടിരുന്നല്ലോ. അത് വിട്ടിരുന്ന ആ ഭാഗത്ത് നമ്മൾ 2 അടിപ്പ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ഒരു പോർഷൻ നമ്മളൊരു 2.5 ഇഞ്ചിൽ ലെങ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഒരു കെട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സ്ലീവിന് പകരം ഷോൾഡറിൻ്റെ അവിടെ. അപ്പോൾ ഒരു ക്യാൻവാസ് വെച്ച് അടിക്കണമെങ്കിൽ ആ കെട്ടിന് മുമ്പേ തന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഫ്രണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ ആ സെയിം ലെങ്ത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ കെട്ടാനുള്ള ടൈ ചെയ്യാനുള്ള ആ ഒരു വള്ളിയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല വശത്തോട് വെച്ചിട്ട് ഒരു 2 ഇഞ്ചിൽ നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം തിരിച്ച് മറിച്ചെടുക്കുക. ഇതുപോലത്തെ 4 പീസ് വേണം നമുക്ക്. ശേഷം നമ്മൾ മെയിൻ മെറ്റീരിയലിൽ ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ ഒരു വിട്ട് മാർക്ക് ചെയ്യുക. ഇപ്പോൾ 2.5 ഇഞ്ചാണെങ്കിൽ ആ 2.5 ഇഞ്ചിന് ശേഷം ഇതുപോലെ താഴ്ത്തോട്ട് വെച്ചിട്ട് വേണം കേട്ടോ വള്ളി നമ്മൾ താഴ്ത്തോട്ടുള്ള രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ വള്ളി അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. മുകളിലല്ല കെട്ട് വരുന്നത്. അപ്പോൾ മുകളിലോട്ട് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യരുത്. കാരണം ഫിനിഷിങ്ങിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്യാൻവാസ് വെച്ചിട്ട് അടിക്കുമ്പോൾ ആ ഒരു വള്ളിയുടെ ഒരു അറ്റാച്ച്മെൻറ്റ് കാണാത്ത രീതിയിൽ അത് ഫിനിഷ് ചെയ്ത് വന്നോളും. ക്യാൻവാസ് ഞാൻ കട്ട് ചെയ്തെടുത്തത് സ്ട്രെയിറ്റിലാണ്, ഷേപ്പിലൊന്നല്ല. അതുകൊണ്ടാണ് ഞാൻ കട്ടിങ്ങിൽ കാണിക്കാതിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് സ്ട്രെയിറ്റിലുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അടിപ്പോർഷൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുള്ള മാത്രം ഈ സീം അലവൻസ് വിട്ടാൽ മതി. അപ്പോൾ ബാലൻസ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മുകളിൽ വെച്ച് നമ്മൾ അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ടൈ നമ്മൾ ഓൾറെഡി അറ്റാച്ച് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ആ സീം അലവൻസ് നമ്മൾക്ക് ഫിനിഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യമേ തന്നെ ടൈ നമ്മൾ ഇത് ചെയ്തത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ക്യാൻവാസൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ടൈ ഒരു ടോപ്പ് സ്റ്റിച്ച് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷനിൽ ആ ഒരു ടൈ അറ്റാച്ച് ചെയ്ത്
അതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് കാണാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് അത് ഫിനിഷിങ്ങിൽ കിട്ടും. ഇനി നമുക്ക് ആ ട്യൂലിപ്സ് ഫ്ലവേഴ്സ് ഉണ്ടാക്കേണ്ട ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 10 ഇഞ്ച് നീളത്തിലും 5 ഇഞ്ച് ഹൈറ്റിലും നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ നമുക്ക് ആവശ്യമുള്ള അത്രയും നിങ്ങളുടെ ഒരു ബോഡിയുടെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഒരു വീതി എത്രയാണോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ട്രയാങ്കിൾ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ശേഷം ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാ പീസും നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ചെയ്തായിരുന്നു നമ്മുടെ വീഡിയോസിന് ഇച്ചിരി ഇത് കൂടാനുണ്ട്, സ്പീഡ് കൂടാനുണ്ടെന്ന്. അപ്പോൾ മനഃപൂർവ്വം അല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ വീഡിയോസ് എല്ലാം നമുക്കൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിന് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ലാഗ് ചെയ്യാത്ത തരത്തിൽ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്യണതല്ല, മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, സ്ലോ ആക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഇതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം, എന്നാലാണ് എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. എല്ലാ ട്രയാങ്കിൾ പോർഷനും ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലീഫ് ഷേപ്പ് നമുക്ക് വരണതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ എല്ലാ ട്രയാങ്കിൾ പോർഷനും സെൻറ്ററിലോട്ട് ഇതുപോലെ ഓവർലാപ്പ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ യോക്കിൽ ഡിസൈനർ പീസ് വെച്ച് മടുത്തോർക്കൊക്കെ പറ്റാവുന്ന ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു മോഡലാണ് കേട്ടോ. കാരണം നമുക്കൊരു വെറൈറ്റി ആയിരിക്കും, ഒരു എക്സ്പെരിമെൻ്റൽ ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ലുക്ക് വേണമെന്നുള്ളവർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു മോഡലാണ്. ഇതുപോലെ തന്നെ ഈ ഒരു ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് വേറെ ഡിസൈനിലൊക്കെ ചെയ്യാം കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വരുന്ന ഒരു പോർഷനിൽ മാത്രം വെച്ചിട്ട് ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഒരു നെക്കിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ച് നമ്മൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സീം എലമെൻസ് ഉണ്ടല്ലോ സൈഡിൽ വരുന്ന ആ ഷേപ്പിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ ഒരു ഷേപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഫ്ലവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ സൈഡ് അടിക്കുമ്പോൾ ഇതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ചിങ് വന്നാൽ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള സീം എലമെൻസ്, അടിയിലോട്ട് വരുന്ന സീം എലമെൻസ് നമ്മൾ കട്ട് ചെയ്ത് കളയാനായിട്ട് മറക്കരുത്. അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇത് അയൺ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അതായത് അതിൻ്റെ ഒരു അയണിങ് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് പതിഞ്ഞു പോവും. അപ്പോൾ അയൺ ചെയ്യാണ്ട് തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മളിത് അറേഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലതൊന്ന് ചെരിഞ്ഞൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എൻ്റെ 2-3 ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ രീതിയിൽ, ഈ ഫ്ലവറിൻ്റെ കാര്യമാണ് പറയണത്, അത് നേരെ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു ബാൻഡ് കൊടുക്കുന്നുണ്ട്, എന്നാലാണ് ഇതൊരു ഫിനിഷിങ് ആവുള്ളൂ. അപ്പോൾ 2 ഇഞ്ചിൽ നമ്മൾ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് നല്ല വശത്തോട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു ബാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ബാക്കിൽ ടൈ ചെയ്യാനുള്ള ടൈ ആണ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് പിങ്കിൻ്റെ ഒരു മെറ്റീരിയൽ ബാലൻസ് ഉണ്ടായിരുന്നില്ല, ഗ്രീനിൻ്റെ മെറ്റീരിയലാണെന്ന് ബാലൻസ്. അപ്പോൾ അത് നമ്മൾ ബാക്കിൽ ഇതുപോലെ കെട്ടിടാനുള്ളൊരു വള്ളി നമ്മളിതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 സൈഡും നമ്മൾ അറ്റാച്ച് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ബാക്കിൽ നമ്മൾ സിബ് കൊടുക്കണതുകൊണ്ട് തന്നെ സൈഡ് നമുക്ക് ഫുൾ അറ്റാച്ച്മെൻറ്റ് 2 സൈഡും നമുക്ക് കൃത്യത്തിൽ തന്നെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മളുടെ അമ്പർല കട്ട് ചെയ്ത് വെച്ചാണ് മെയിൻ മെറ്റീരിയൽ, ലൈനിങ് മെറ്റീരിയൽ ക്രേപ്പായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ യോക്ക് മെറ്റീരിയലായിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് കൃത്യത്തിൽ തന്നെ നമ്മൾ യോക്ക് മെറ്റീരിയൽ ഇതുപോലെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ യോക്കിൻ്റെ പോർഷനിൽ ആ സെയിം എലവൻസ് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്ത് കൊടുക്കാന്ന് ശേഷം ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും ഫിനിഷ്. അല്ലാതെ നമ്മൾ സൈഡിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് പ്രസ് ചെയ്ത് അടിക്കരുത് കേട്ടോ. ശേഷം നമ്മളുടെ സിബ് അറ്റാച്ച് ചെയ്യാണ് ചെയ്യണത്. ആദ്യമായിട്ട് കാണണവരുണ്ടെങ്കിൽ, ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ട്, അപ്പോൾ ആദ്യമായിട്ട് കാണണ വല്ലവരും ഉണ്ടെങ്കിൽ നമ്മളുടെ കൺസീൽഡ് സിബ് നമ്മൾ അടിക്കണം. ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അംബ്രല്ല കട്ടിൻ്റെ അടിഭാഗം നമ്മൾ കൃത്യത്തിൽ ഇൻ്റർലോക്കിങ് ഇല്ലെങ്കിൽ കൃത്യത്തിൽ നമ്മൾ എങ്ങനെയാണ് തയ്ക്കണേന്നുള്ളത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പൊടിക്കുട്ടി ഇട്ടിട്ടുള്ള ഒരു ലുക്ക് ഇതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്